ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തെ പിന്തുണച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 4 തന്ത്രപ്രധാന മേഖലയിലൊഴികെ സ്വകാര്യവൽക്കരണം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട് പ്രാബല്യത്തിൽ വരുന്ന വിവിധ പരിഷ്കരണങ്ങളെക്കുറിച്ചുള്ള വെബിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്ഥാപനങ്ങളെയും വ്യാപാരത്തെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ കടമയെന്നും സ്ഥാപനങ്ങൾ സ്വന്തമായി നടത്തുക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെന്നും ഇവയ്ക്ക് ധനസഹായം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്ഥാപിച്ച കാലത്തേതിൽ നിന്നും വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ ആവശ്യങ്ങളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ധനസമാഹരണവും ആധുനികവൽക്കരണവുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. സ്വകാര്യ മേഖലയുടെ കടന്നുവരവിലൂടെ രാജ്യത്ത് നിക്ഷേപങ്ങൾ വർദ്ധിക്കുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാടും പുതുച്ചേരിയും സന്ദർശിച്ച് വിവിധ പദ്ധതികൾ നാടിന് സമർപ്പിക്കും. 8000 കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച നെയ്വേലി നൂതന താപവൈദ്യുത പദ്ധതിയും NLCIL നിർമ്മാണം പൂർത്തിയാക്കിയ 709 മെഗാവാട്ട് സൌരോർജ്ജ പദ്ധതിയും അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ലോവർ ഭവാനി പദ്ധതിയുടെ ആധുനികവൽക്കരണത്തിനും അദ്ദേഹം നാളെ തറക്കല്ലിടും. ദേശീയപാത 45A 56 കിലോമീറ്റർ ദൈർഘ്യമുള്ള വില്ലുപുരം നാഗപട്ടണം 4-വരി പാതയ്ക്കും പ്രധാനമന്ത്രി പുതുച്ചേരിയിൽ തറക്കല്ലിടും. കാരക്കലിലെ ജിപ്മർ മെഡിക്കൽ കോളേജിലെ പുതിയ കെട്ടിടത്തിനും പുതുച്ചേരി ജിപ്മറിന്റെ രക്തബാങ്കിനും പുറമെ പുതുച്ചേരിയിലെ തുറമുഖ വികസന പദ്ധതിക്കും ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സിലെ സിന്തറ്റിക് ട്രാക്കിനും അദ്ദേഹം നാളെ തറക്കല്ലിടും. നരേന്ദ്രമോദി സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്ത ലോകത്തെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അഹമ്മദാബാദിലെ മൊട്ടേരയിൽ നിർവഹിച്ചു. സ്റ്റേഡിയത്തോട് ചേർന്നുള്ള സർദാർ വല്ലഭായി പട്ടേൽ സ്പോർട്സ് എൻക്ലേവിന്റെ ശിലാസ്ഥാപനവും രാഷ്ട്രപതി നിർവഹിച്ചു. 1,32,000 പേരെ ഉൾക്കൊള്ളുന്നതാണ് 63 ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന നരേന്ദ്രമോദി സ്റ്റേഡിയം. 25 വീതം സീറ്റുകളോട് കൂടിയ എയർ കണ്ടീഷൻ ചെയ്ത 76 കോർപ്പറേറ്റ് ബോക്സുകളും സ്റ്റേഡിയത്തിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒളിമ്പിക്സ് മാനദണ്ഡപ്രകാരമുള്ള നീന്തൽക്കുളം, 4 ഡ്രസ്സിംഗ് റൂമുകൾ, 3000 കാറുകളും 10,000 ഇരുചക്ര വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനം എന്നിവയും സ്റ്റേഡിയത്തിലുണ്ട്. ഫ്ലഡ് ലൈറ്റുകൾക്ക് പകരം LED ലൈറ്റുകളാണ് സ്റ്റേഡിയത്തിൽ വിന്യസിച്ചിട്ടുള്ളത്. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് തിങ്കളാഴ്ച മുതൽ കോവിഡ് വാക്സിൻ നൽകി തുടങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ. 45 വയസ്സിന് മുകളിൽ പ്രായമുള്ള മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവർക്കും ഇതിനോടൊപ്പം വാക്സിൻ നൽകും. ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. 10,000 സർക്കാർ ആശുപത്രികളിലൂടെ വാക്സിൻ സൌജന്യമായി വിതരണം ചെയ്യും. 20,000 സ്വകാര്യ കേന്ദ്രങ്ങളിലൂടെ വില ഈടാക്കിക്കൊണ്ട് വാക്സിൻ നൽകുവാനും തീരുമാനിച്ചു. മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറാണ് ഇക്കാര്യം അറിയിച്ചത്. പുതുച്ചേരിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുവാനും കേന്ദ്ര മന്ത്രിസഭായോഗം ശുപാർശ ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രി രാജിവെച്ചതിനെ തുടർന്ന് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ സർക്കാർ രൂപീകരിക്കാൻ മുന്നോട്ട് വരാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് ശ്രീ പ്രകാശ് ജാവ്ദേക്കർ അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 4106 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70,568 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗസ്ഥിരീകരണ നിരക്ക് 5.82%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 17 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4136 ചികിത്സയിലായിരുന്ന 5885 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിലവിൽ 52,869 പേരാണ് കോവിഡ് ചികിത്സയിൽ ഉള്ളത്. ഇന്ന് പുതിയ ഹോട്ട്സ്പോട്ടില്ല. 5 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 369 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. കോവിഡ് വ്യാപനം രൂക്ഷമായ 10 സംസ്ഥാനങ്ങളിൽ കേന്ദ്രം ഉന്നതതല സംഘത്തെ നിയോഗിച്ചു. കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, പഞ്ചാബ്, കർണാടകം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലാണ് സംഘം എത്തുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ 3-അംഗ സംഘമാണ് സന്ദർശനം നടത്തുക. കേരളം ഉൾപ്പെടെ കോവിഡ് രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്തുന്നവർക്ക് RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഡൽഹി സർക്കാർ. കേരളത്തിന് പുറമെ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്കാണ് സർട്ടിഫിക്കറ്റ് ഏർപ്പെടുത്തിയത്. വിമാനം, ട്രെയിൻ, ബസ് എന്നീ മാർഗ്ഗങ്ങളിലൂടെ ഡൽഹിയിൽ എത്തുന്നവർ സർട്ടിഫിക്കറ്റ് കൈവശം കരുതണം. എന്നാൽ സ്വന്തം വാഹനങ്ങളിൽ എത്തുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മറ്റന്നാൾ മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വരിക. ശബരിമല സ്ത്രീ പ്രവേശനം, പൌരത്വ ഭേദഗതി നിയമം എന്നീ വിഷയങ്ങളിൽ സംസ്ഥാനത്ത് നടന്ന പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഗുരുതരമായ ക്രിമിനൽ സ്വഭാവമില്ലാത്ത എല്ലാ കേസുകളും പിൻവലിക്കുവാനാണ് മന്ത്രിസഭ തീരുമാനിച്ചത്. 35ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തെ പ്രതിനിധാനം ചെയ്ത 82 കായിക താരങ്ങളെ സൂപ്പർ ന്യൂമററി തസ്തികകൾ സൃഷ്ടിച്ച് നിയമിക്കാൻ തീരുമാനിച്ചു. IT അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിന് പ്രത്യേക പദ്ധതി രൂപീകരിക്കും. സർക്കാർ ജീവനക്കാരുടെ മാറ്റിവച്ച 1 മാസത്തെ ശമ്പളം
2021 ഏപ്രിൽ മുതൽ 5 തവണകളായി തിരിച്ചു നൽകും. പങ്കാളിത്ത പെൻഷൻകാരുടെ കാര്യത്തിൽ അധിക NPS വിഹിതം പിടിക്കാതെ മാറ്റിവെച്ച ശമ്പളം തിരിച്ചു നൽകും. സർവകലാശാലകളിലെ അനധ്യാപക ജീവനക്കാരുടെ ശമ്പളം സംസ്ഥാന ജീവനക്കാരുടേതുപോലെ പരിഷ്കരിക്കും. ഹൈക്കോടതി ജീവനക്കാരുടെ ശമ്പളവും പരിഷ്കരിക്കും. തിരുനെല്ലിക്കാട്ടിൽ പോലീസ് വെടിയേറ്റ് മരിച്ച വർഗീസിന്റെ സഹോദരങ്ങൾക്ക് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരമായി അനുവദിക്കാൻ തീരുമാനിച്ചു. ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ നാളെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 1000 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷാ ജോലികൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ ഉച്ചയോടെയാണ് ഉപരാഷ്ട്രപതി പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുക. വൈകുന്നേരം 5:30 കവടിയാറിൽ നടക്കുന്ന പി പരമേശ്വരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ അദ്ദേഹം മുഖ്യ അതിഥിയായി പങ്കെടുക്കും. സംസ്ഥാനത്ത് ലൈഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ച 2.5 ലക്ഷത്തിൽ പരം വീടുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. ഒരു വീടിന് 3 വർഷത്തേക്ക് 349 രൂപ വീതം 8.74 കോടി രൂപ ഇതിനായി അടച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രി തോമസ് ഐസക് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. വീടുകളുടെ അറ്റകുറ്റപ്പണികൾ ഇൻഷുറൻസ് പരിധിയിൽ വരില്ലെന്നും അവ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. PSC പരീക്ഷയെ ഗൌരവമായി സമീപിക്കുന്നവർക്ക് വേണ്ടിയാണ് സ്ക്രീനിംഗ് ടെസ്റ്റ് നടത്തുന്നതെന്ന് PSC ചെയർമാൻ MK സക്കീർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്ക്രീനിംഗ് ടെസ്റ്റിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം കട്ട് ഓഫ് മാർക്ക് ആണ് പ്രസിദ്ധീകരിക്കുക. CPO ലിസ്റ്റ് പുനരുജ്ജീവിപ്പിക്കില്ല. പട്ടികയിലെ 51.2% പേർക്കും നിയമനം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ നിഷ്പക്ഷമായി പെരുമാറിയില്ലെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. അതീവ പ്രശ്നബാധിത ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എറണാകുളം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. കള്ളവോട്ട് തടയാൻ ഉദ്യോഗസ്ഥർ ശക്തമായ നടപടി എടുക്കണം. ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും കോവിഡ് വാക്സിൻ സ്വീകരിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തിരുവനന്തപുരം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കർശന കോവിഡ് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ജില്ലാ കളക്ടർ. നാലാഞ്ചിറ മാർ ഇവാനിയോസ് വിദ്യാനഗറിൽ ഒരുക്കുന്ന വിവിധ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ കളക്ടർ ഇന്ന് സന്ദർശിച്ചു. ഒരു കൌണ്ടിംഗ് ഹാളിൽ 7 ടേബിളുകൾ മാത്രമായിരിക്കും സജ്ജീകരിക്കുക. ഈ രീതിയിൽ ഒരു നിയോജക മണ്ഡലത്തിന്റെ വോട്ടെണ്ണലിനായി 3 മുതൽ 4 വരെ ഹാളുകൾ വേണ്ടിവരും. വോട്ടെണ്ണലിന്റെ എല്ലാ ഘട്ടങ്ങളിലും പൂർണ്ണ കോവിഡ് സുരക്ഷ ഉറപ്പാക്കും. കൌണ്ടിംഗ് കേന്ദ്രങ്ങളിൽ തിരക്ക് പരമാവധി കുറയ്ക്കുമെന്നും കളക്ടർ പറഞ്ഞു. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ ക്ഷേത്ര പരിസരത്ത് വിന്യസിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. ക്ഷേത്ര പരിസരത്തും ക്ഷേത്രത്തിനുള്ളിലും ഇവരുടെ കർശന നിരീക്ഷണം ഉണ്ടാകും. അന്നദാനം നടക്കുന്ന ഹാളുകളിലും ഓഡിറ്റോറിയങ്ങളിലും പ്രവേശിക്കുന്നതിന് മുൻപ് ഭക്തജനങ്ങളെ തെർമൽ സ്കാനിംഗിന് വിധേയരാക്കും. അന്നദാന ഹാളുകളിൽ 50% ഇരിപ്പിടങ്ങളിൽ മാത്രമേ ഭക്ഷണം വിതരണം അനുവദിക്കുകയുള്ളൂ. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് കഴിയുന്നതും ഒഴിവാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. ജലവൈദ്യുതി ഉൽപാദനം പരിമിതമായ സാഹചര്യത്തിൽ സൌരോർജ്ജത്തിൽ നിന്ന് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി M.M. മണി. പാലക്കാട് ജില്ലാ ജയിലിലെ 78 കിലോവാട്ട് സൌരോർജ്ജ പ്ലാന്റിന്റെ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പുരപ്പുറങ്ങൾ, തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ സൌരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് 1000 മെഗാവാട്ട് സൌരോർജ്ജം അടിയന്തരമായി ഉൽപ്പാദിപ്പിക്കുവാനാണ് ശ്രമമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി KT ജലീൽ. ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിർമ്മിക്കുന്ന പുതിയ അക്കാദമിക് ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിനായി 3000 കോടിയുടെ പദ്ധതികളാണ് ഇപ്പോൾ നടന്നുവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഏലക്കയുടെ വിലയിടിവ് തുടരുന്നതിനാൽ ആശങ്കയിലാണ് ഇടുക്കിയിലെ കർഷകർ. വേനൽ ആരംഭിച്ചതോടെ ഏലത്തിന്റെ പരിചരണ ചെലവും വൻതോതിൽ വർദ്ധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി ആന്റണി മുനിയറ. സീസണിന്റെ അവസാനഘട്ടമെത്തിയിട്ടും ഏലക്ക വിലയിടിയുന്നതിന്റെ ആശങ്കയിലാണ് ഇടുക്കിയിലെ കർഷകർ. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ബോഡിനായ്ക്കന്നൂരിൽ നടന്ന സൌത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനിയുടെ ഏലക്ക ഈ ലേലത്തിൽ 1348 രൂപയാണ് ശരാശരി വില രേഖപ്പെടുത്തിയത്. ഈ മാസം 18 നടന്ന ലേലത്തിൽ ശരാശരി വില 1294 രൂപയിലേക്ക് താഴ്ന്നിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 നടന്ന ലേലത്തിൽ 3277 രൂപയായിരുന്നു ശരാശരി വില. 2019 ഇത് 1408 രൂപയും 2018 970 രൂപയുമായിരുന്നു വില. മെച്ചപ്പെട്ട വില ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ പല കർഷകരും ഉൽപ്പന്നം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിലും വൻ നഷ്ടം സഹിച്ച് വിൽക്കേണ്ടി വന്നു. 2019 ഓഗസ്റ്റ് 3 നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റം നടത്തിയ ലേലത്തിൽ ഉയർന്ന വില 7000 രൂപയും അതേ ദിവസത്തെ വണ്ടൻമേട് മാസ് എന്റർപ്രൈസസിന്റെ ലേലത്തിൽ ശരാശരി വില 4733 രൂപ 19 പൈസയുമാണ് ഇതുവരെയുള്ള റെക്കോർഡ് വില. അതിനുശേഷം വിലയിടിയുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇന്ത്യക്കെതിരായ 3-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് ബാറ്റിംഗ് തകർച്ച. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇംഗ്ലണ്ട് 112 റൺസിന് പുറത്തായി. 21.4 ഓവറിൽ
38 റൺസ് മാത്രം വിട്ടു നൽകി 6 വിക്കറ്റ് വീഴ്ത്തിയ അക്ഷർ പട്ടേലാണ് ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയെ തകർത്തത്. അക്ഷറിന് പുറമെ അശ്വിനും ഇഷാന്ത് ശർമ്മയും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 22 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 68 റൺസ് എടുത്തിട്ടുണ്ട്. ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ സ്വകാര്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ കത്തിന് യഥാസമയം ഉദ്യോഗതലത്തിൽ മറുപടി നൽകിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ നടപടികൾ കഴിഞ്ഞെന്നും വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.